today and let's see what's in my bag. ഇങ്ങനെ ചെയ്യുന്നവർ നമ്മുടെ റിയൽ ഇൻഫ്ലുവൻസേഴ്സിനും സെലിബ്രിറ്റീസിനും ഒക്കെ ഒരു നാണക്കേടാണ്. കുറെ കുട്ടികൾ രാപ്പകലില്ലാതെ വെയിലും മഴയും അടിയും തൊഴിയും ഒക്കെ കൊണ്ട് അവിടെ പ്രൊട്ടസ്റ്റ് നടത്തുമ്പോൾ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഇത് പ്രശ്നമാവും. ക്രിയേറ്റേഴ്സും സെലിബ്രിറ്റീസും ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയ ഈ ഒരു വേളയിൽ കുറച്ച് ക്രിയേറ്റേഴ്സും കുറച്ച് ഇൻഫ്ലുവൻസേഴ്സും റീച്ചിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടും. I'm going for the protest today and let's see what's in my bag. Pesa, koda, cap. ഈ കുട്ടിയുടെ മുമ്പത്തെ ഒരു റീലിനകത്ത് ഇതേപോലെ പ്രൊട്ടസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു റീൽ ഞാൻ കണ്ടു. അങ്ങനെ ഒരു ചിന്താഗതിയുള്ള ഒരാൾ ഒരിക്കലും ഇങ്ങനെ ഒരു റീൽ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തോ ആവാന്നോ? Sunscreen jacket for sure, sunglasses, തണ്ണി. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു. മറ്റു കുറച്ചുപേർ അവിടെ പോയിട്ട് ആ സ്റ്റുഡൻസിനോടൊപ്പം നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നവർ നമ്മുടെ റിയൽ ഇൻഫ്ലുവൻസേഴ്സിനും സെലിബ്രിറ്റീസിനും ഒക്കെ ഒരു നാണക്കേടാണ്. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റും. ഇത് പിക്നിക് അല്ല, പ്രൊട്ടസ്റ്റ് ആണ്.